ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മാനസിക നില തകരാറിലാണോ? പ്രതിപക്ഷ പാർട്ടികളാണ് കഴിഞ്ഞ ദിവസം ഇത്തരമൊരു ചോദ്യം ഉന്നയിച്ചത്. ആയുഷ് ഡോക്ടർമാർക്ക് നിയമന ഉത്തരവ് കൈമാറാൻ ബീഹാർ സർക്കാർ തിങ്കളാഴ്ച സംഘടിപ്പിച്ച ചടങ്ങിലെ നിതീഷ് കുമാറിന്റെ തന്നെ പ്രവൃത്തിയാണ് ഇത്തരമൊരു ചോദ്യത്തിനും വലിയ വിവാദങ്ങൾക്കും ഇടയാക്കിയിരിക്കുന്നത്. ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനെത്തിയ ഒരു വനിതാ ഡോക്ടർ നിക്കാബ് അഥവാ മുഖം മറയ്ക്കുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. അവർ നിതീഷ് കുമാറിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് പൊടുന്നനെ അദ്ദേഹം നിക്കാബ് മാറ്റാൻ ശ്രമം നടത്തി. ഇതാണ് നിലവിൽ വിവാദമായിരിക്കുന്നത്. നിലവിൽ നിതീഷ് കുമാറിന്റെ പ്രവൃത്തിക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഒരു സ്ത്രീയുടെ അന്തസ്സിന് മേലുള്ള കടന്നുകയറ്റമായിരുന്നു കഴിഞ്ഞ ദിവസം ബീഹാർ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആയുർവേദ, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് നിയമന ഉത്തരവ് നൽകുന്നതിനുള്ള ചടങ്ങിലായിരുന്നു സംഭവം. മുഖം മറയ്ക്കുന്ന നിഖാബ് ധരിച്ചായിരുന്നു ഒരു വനിതാ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങാനെത്തിയത്. അവർ സ്റ്റേജിലെത്തി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനിടയിൽ യുവതിയോട് നിഖാബ് മാറ്റാൻ നിതീഷ് കുമാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ അവർ പ്രതികരിക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പൊടുന്നനെ നിഖാബ് പിടിച്ച് താഴേക്ക് വലിക്കുകയായിരുന്നു. നിതീഷ് കുമാറിനെ തടയാൻ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരി ശ്രമിക്കുന്നത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം. പക്ഷേ നിതീഷിന്റെ നീക്കം അപ്രതീക്ഷിതമായതിനാൽ തടയാൻ സാധിച്ചില്ല. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ നിതീഷിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. അത്യന്തം ഹീനവും ലജ്ജാവഹവുമായ പ്രവൃത്തിയാണ് നിതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് വിമർശിക്കുന്നത്. നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം നിതീഷ് കുമാർ പൂർണ്ണമായും ഒരു സംഖ്യയായി മാറിയോ എന്നാണ് RJD ചോദിക്കുന്നത്. നിതീഷ് കുമാറിന് എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ മാനസിക നില പൂർണ്ണമായും തകർന്നിരിക്കുകയാണോ അതോ സംഖ്യയായി മാറിയതാണോ എന്നാണ് RJD എക്സ്പോസ്റ്റിൽ കുറിച്ചത്. ഒരു മുസ്ലിം സ്ത്രീയുടെ മുഖത്തു നിന്ന് നിക്കാബ് നീക്കം ചെയ്ത നിതീഷിന്റെ പ്രവൃത്തി NDA സർക്കാരിന്റെ മുസ്ലിം സമൂഹത്തോടുള്ള മനോഭാവമാണ് വെളിപ്പെടുത്തുന്നത് എന്ന് RJD വക്താവ് ഇജാസ് അഹമ്മദും കുറ്റപ്പെടുത്തി. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കരസ്ഥമാക്കിയാണ് NDA ബീഹാറിൽ സർക്കാർ രൂപീകരിച്ചത്. 74-കാരനായ JDU നേതാവ് നിതീഷ് കുമാർ 10ാം തവണ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിതീഷിന്റെ ആരോഗ്യം സംബന്ധിച്ച് ചർച്ചകൾ ഉടലെടുത്തിരുന്നു. ഇതാദ്യമായല്ല നിതീഷിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഒരു പൊതുചടങ്ങിൽ വെച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിന്റെ ഭാഗമായി നൽകിയ ചെറിയൊരു പൂച്ചട്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ തലയിൽ നിതീഷ് കുമാർ വച്ചത്. കൂടാതെ ഇക്കഴിഞ്ഞ മാർച്ചിൽ ഒരു ചടങ്ങിൽ ദേശീയ ഗാനം ആലപിക്കുന്നതിനിടയിലും തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് സംസാരിച്ചുകൊണ്ടേയിരുന്ന നിതീഷ് കുമാറിന്റെ പെരുമാറ്റവും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. നേരത്തെ അമിത്ഷാ അടക്കമുള്ള സ്റ്റേജിൽ വെച്ച് ഒരു സ്ത്രീയുടെ തോളിൽ പിടിച്ച് തനിക്കൊപ്പം നിർത്തി ഫോട്ടോ എടുപ്പിക്കാൻ നിതീഷ് ശ്രമിച്ച സംഭവം ഉണ്ടായിരുന്നു. അന്നും സമ്രാട് ചൗധരി നിതീഷിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു. നിതീഷിന്റെ അവസ്ഥ മോശമാണെന്ന് മുൻപ് തന്നെ RJD നേതാവ് തേജസ്വി യാദവ് പ്രതികരിച്ചിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് നിലവിൽ പുതിയൊരു വിവാദം കൂടി നിതീഷ് ഉണ്ടാക്കിയിരിക്കുന്നത്.